നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലെ ഒപ്പമിരുന്ന് ഒരു വിഷയം പഠിക്കാൻ പോകുകയാണ്. CMS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള നിങ്ങളുടെ പരീക്ഷാ നോട്ടുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. വിഷയം കൊറോഡഷൻ. അപ്പോ എന്താണ് ഈ കൊറോഡഷൻ? എന്തുകൊണ്ടാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്രയധികം പ്രാധാന്യമുള്ളൊരു വിഷയമായി മാറുന്നത്? വളരെ നല്ലൊരു തുടക്കമാണത്. ശരിക്കും പറഞ്ഞാൽ കൊറോഡഷൻ വളരെ പതുക്കെ സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾ ഭീമമാണ്. പാലങ്ങൾ തകരുക, കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക, കോടിക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ ഉപയോഗശൂന്യമാകുക. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ രാസപ്രവർത്തനമാണ്. അതുകൊണ്ട് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോന്നിന്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ ശത്രുവിനെ ശരിക്കും അടുത്തറിയണം. തീർച്ചയായും. നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ നോട്ടുകളിലെ ആദ്യത്തെ നിർവചനം ഇങ്ങനെയാണ്: പരിസ്ഥിതിയുമായുള്ള രാസപരമോ വൈദ്യുതരാസപരമോ ആയ പ്രതിപ്രവർത്തനം വഴി ഒരു ലോഹം നശിക്കുന്നതിനെയാണ് കൊറോഡഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ലളിതമായി എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇതൊരു വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ലോഹങ്ങളെല്ലാം അവയുടെ അയിരിന്റെ, അതായത് ഓറിന്റെ രൂപത്തിലാണല്ലോ, വളരെ സ്ഥിരതയുള്ള ഒരവസ്ഥയിൽ. നമ്മൾ ഒരുപാട് ഊർജം ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിച്ച് തനി ലോഹമാക്കി മാറ്റുന്നു. എന്നാൽ ലോഹങ്ങൾക്ക് ഈ ശുദ്ധമായ രൂപത്തിൽ നിൽക്കാൻ വലിയ താൽപ്പര്യമില്ല. അവയ്ക്ക് തിരിച്ച് പഴയ ആ സ്ഥിരതയുള്ള രൂപത്തിലേക്ക് പോകാനാണ് തിടുക്കം. ഈ തിരിച്ചുപോക്കാണ് ശരിക്കും കൊറോഡഷൻ. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് അതിന്റെ ഓക്സൈഡായി മാറാനാണ്. അതാണ് അതിന്റെ ഒരു നാച്ചുറൽ സ്റ്റേറ്റ്. അത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ ലോഹം അതിന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് തലവേദനയാകുന്നത്. നിങ്ങളുടെ നോട്ടുകളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. യന്ത്രങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു, ഉൽപ്പന്നങ്ങൾ മലിനമാകുന്നു, പിന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ. അതെ, ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഒരു പാലം തുരുമ്പെടുക്കുന്നത് അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നതിലല്ല, അതിന്റെ ഘടനയുടെ ഫലം കുറയുന്നതിലാണ്. ഒരുപക്ഷേ ഒരു ദിവസം അത് തകർന്നു വീഴാം. ഒരു ഫാക്ടറിയിലെ പൈപ്പ് ലൈൻ തുരുമ്പെടുത്ത് പൊട്ടിയാൽ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ പരിസ്ഥിതി ദുരന്തങ്ങൾക്ക് വരെ അത് കാരണമായേക്കാം. ശരിയാണ്. അപ്പോൾ ഈ കൊറോഷന് പല രീതികളുണ്ടല്ലേ? നിങ്ങളുടെ നോട്ടുകൾ പ്രകാരം ഇതിനെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഡ്രൈ കൊറോഷനും വെറ്റ് കൊറോഷനും. നമുക്കാദ്യം വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാത്ത ആ ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങൾ ലോഹത്തിന്റെ ഉപരിതലവുമായി നേരിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതിനെ തന്നെ നമുക്ക് മൂന്നായി തിരിക്കാം: ഓക്സിഡേഷൻ കൊറോഡേഷൻ, ഹൈഡ്രജൻ മൂലമുണ്ടാകുന്ന കൊറോഡേഷൻ, പിന്നെ ലിക്വിഡ് മെറ്റൽ കൊറോഡേഷൻ. ഓക്കെ, അതിൽ ആദ്യത്തേത് ഓക്സിഡേഷൻ കൊറോഡേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ വില്ലൻ ഓക്സിജൻ ആണെന്ന് വ്യക്തം. അതെ, ഇവിടെ പ്രധാന വില്ലൻ ഓക്സിജനാണ്. താഴ്ന്ന താപനിലയിൽ ലിഥിയം, സോഡിയം പോലുള്ള ലോഹങ്ങൾ വളരെ വേഗത്തിൽ ഓക്സിജനുമായി പ്രവർത്തിക്കും. എന്നാൽ ഉയർന്ന താപനിലയിൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം പോലുള്ള ചില കുലീന ലോഹങ്ങൾ, അതായത് നോബിൾ മെറ്റൽസ് ഒഴികെ മറ്റെല്ലാ ലോഹങ്ങൾക്കും ഓക്സിഡേഷൻ സംഭവിക്കും. ഇതിന്റെ മെക്കാനിസം പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നോട്ടുകളിൽ ചില കെമിക്കൽ ഇക്വേഷൻസ് കാണുന്നുണ്ട്. ഉപേക്ഷിച്ച് ഒരു പോസിറ്റീവ് അയോണായി, അതായത് M2++2E- ഇങ്ങനെ മാറുന്നു. ഇങ്ങനെ സ്വതന്ത്രമാക്കപ്പെടുന്ന ഇലക്ട്രോണുകളെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ തട്ടിയെടുത്ത് ഒരു നെഗറ്റീവ് ഓക്സൈഡ് അയോണായി മാറുന്നു. അതായത് O2+2E-2O2-. ഓക്കെ, അപ്പോൾ ലോഹം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു, ഓക്സിജൻ അത് സ്വീകരിക്കുന്നു. എന്നിട്ടോ? ഈ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോണുകളും നെഗറ്റീവ് ചാർജുള്ള ഓക്സൈഡ് അയോണുകളും തമ്മിൽ ആകർഷിക്കും. അങ്ങനെ ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഒരു മെറ്റൽ ഓക്സൈഡ് പാളി MO ഉണ്ടാക്കുന്നു. ഈ പാളിയാണ് നമ്മൾ കാണുന്ന തുരുമ്പൊക്കെയല്ലേ? അതെ, പക്ഷേ ഈ ഓക്സൈഡ് പാളിയുടെ സ്വഭാവം കൊറോഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കും. അതെങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഈ ഉണ്ടാകുന്ന പാളി ഒരുപോലെ അല്ല. ചിലപ്പോൾ അതൊരു രക്ഷകനാകാം, ചിലപ്പോൾ ശത്രുവാകാം. പ്രധാനമായി 3 തരമുണ്ട്. ഒന്ന്, സ്റ്റേബിൾ ഓക്സൈഡ് പാളി. ഇത് അലൂമിനിയം, ടിൻ പോലുള്ള ലോഹങ്ങളിലാണ് കാണുന്നത്. ഈ പാളി വളരെ ഉറപ്പുള്ളതാണ്, ഒരു സൂപ്പർ ഹീറോയുടെ കവചം പോലെ.
അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഓക്സിജനെ ലോഹത്തിലേക്ക് കടത്തിവിടില്ല. ഓ, അതുകൊണ്ടാണല്ലേ നമ്മുടെ വീട്ടിലെ അലുമിനിയം പാത്രങ്ങൾ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നത്? അതെ. ഇനി 2 അൺസ്റ്റേബിൾ ഓക്സൈഡ് പാളി. വെള്ളി, പ്ലാറ്റിനം പോലുള്ള ലോഹങ്ങളിലുണ്ടാകുന്ന ഈ പാളിക്ക് ഒട്ടും സ്ഥിരതയില്ല. അത് രൂപപ്പെട്ട ഉടൻ തന്നെ വിഘടിച്ച് വീണ്ടും ലോഹവും ഓക്സിജനുമായി മാറും. മൂന്നാമത്തേതാണ് ഏറ്റവും അപകടകാരിയായ വോളറ്റൈൽ ഓക്സൈഡ് പാളി. വോളറ്റൈൽ? അതെ, മോളിബ്ഡിനം എന്ന ലോഹത്തിൽ ഇത് കാണാം. ഇവിടെയുണ്ടാകുന്ന ഓക്സൈഡ് പാളി, അതായത് MOO3, രൂപപ്പെട്ട ഉടൻ തന്നെ ആവിയായി പോകും. ഒരു മിനിറ്റ്, ആവിയായി പോലുമെന്നോ? അപ്പോൾ ലോഹത്തിന്റെ ഉപരിതലം വീണ്ടും ആക്രമണത്തിന് വിധേയമാകുമല്ലോ. ഇത് ശരിക്കും ഒരു കാവൽക്കാരൻ കള്ളനെ കണ്ടുടനെ ഓടിപ്പോകുന്നത് പോലെയാണല്ലോ. കൃത്യം അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഉപരിതലം എപ്പോഴും തുറന്നു കിടക്കുന്നതുകൊണ്ട് കൊറോഷൻ വളരെ വേഗത്തിൽ നടക്കുകയും ലോഹം മുഴുവനായി നശിച്ചു പോവുകയും ചെയ്യും. ഇതിനോട് ചേർന്ന് പില്ലിംഗ് ബെഡ്സ്വർത്ത് റൂൾ എന്നൊരു പ്രധാന ഭാഗം കാണുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്കുറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് തോന്നുന്നു. എന്താണിത്? അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒരു ഓക്സൈഡ് പാളി സംരക്ഷണം നൽകുന്നതാണോ അല്ലയോ എന്ന് ഈ നിയമം വെച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയും. നിയമം ഇതാണ്: ഉണ്ടാകുന്ന ഓക്സൈഡ് പാളിയുടെ വ്യാപ്തം, അതായത് വോള്യം, അത് ഉണ്ടാകാൻ കാരണമായ ലോഹത്തിന്റെ വ്യാപ്തത്തേക്കാൾ കുറവാണെങ്കിൽ ആ പാളി ഒരു അരിപ്പ പോലെയായിരിക്കും, നിറയെ സുഷിരങ്ങൾ, അതായത് പോറസ് ആയിരിക്കും. അത് ലോഹത്തിന് ഒരു സംരക്ഷണവും നൽകില്ല. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന തുരുമ്പിന്റെ കോട്ട് ലോഹത്തിന് ചെറുതാണെങ്കിൽ അത് കീറിയ കോട്ട് പോലെയാണ്, അതുകൊണ്ട് കാര്യമില്ല. വലുതാണെങ്കിലോ? അതാണ് രണ്ടാമത്തെ കാര്യം. ഓക്സൈഡ് പാളിയുടെ വ്യാപ്തം ലോഹത്തിന്റെ വ്യാപ്തത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു സുഷിരങ്ങളില്ലാത്ത ഉറപ്പുള്ള പാളിയായിരിക്കും. അത് ലോഹത്തിന് ഒരു കോട്ട് പോലെ പൂർണ്ണ സംരക്ഷണം നൽകും. നമ്മൾ നേരത്തെ പറഞ്ഞ അലൂമിനിയം, പിന്നെ ലെഡ്, ടിൻ എന്നിവയൊക്കെ ഈ ഗണത്തിൽപ്പെടും. വളരെ വ്യക്തമായി. ഇനി ഡ്രൈ കൊറോഷനിലെ രണ്ടാമത്തെ രീതിയിലേക്ക് കടക്കാം: ഹൈഡ്രജൻ മൂലമുള്ള കൊറോഷൻ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹൈഡ്രജൻ ഓക്സിജനേക്കാൾ വലിയ വില്ലനാണ്. ഇതിലെ 2 ഉപവിഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ഹൈഡ്രജൻ എംബ്രിറ്റൽമെന്റ്. ഇതൊരു ചാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങളുമായി ലോഹം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആറ്റോമിക് ഹൈഡ്രജൻ വളരെ ചെറുതാണ്. അത് ലോഹത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറും. അപ്പോൾ ഇതൊരു ഇൻസൈഡ് ജോബാണല്ലേ? അതെ, ഉള്ളിൽ കടന്ന ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ അവിടുത്തെ ചെറിയ വിടവുകളിൽ ഒന്നിച്ചുകൂടി ഹൈഡ്രജൻ തന്മാത്രകളായി, അതായത് H2 ആയി മാറും. ഈ വാതകം അവിടെ വലിയ മർദ്ദമുണ്ടാക്കുകയും അത് ലോഹത്തെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കുകയും ചെയ്യും. ലോഹം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാകും. ഓക്കെ. രണ്ടാമത്തേത് ഡീകാർബറൈസേഷൻ. അതെന്താണ്? ഡീകാർബറൈസേഷൻ ഉയർന്ന താപനിലയിലാണ് നടക്കുന്നത്. സ്റ്റീലിനാണ് ഇത് പ്രധാനമായും ഭീഷണി. സ്റ്റീലിന് അതിന്റെ ഉറപ്പും ബലവും നൽകുന്നത് അതിലടങ്ങിയിരിക്കുന്ന കാർബണാണ്. ഉയർന്ന താപനിലയിൽ ഹൈഡ്രജൻ സ്റ്റീലിലെ ഈ കാർബണുമായി പ്രവർത്തിച്ച് മീഥേൻ CH4 വാതകമുണ്ടാക്കി അതിനെ മോഷ്ടിച്ചുകൊണ്ടുപോകും. അപ്പോൾ സ്റ്റീലിന്റെ അസ്ഥികൂടം പോലെയാണ് കാർബൺ. അത് നഷ്ടപ്പെട്ടാൽ സ്റ്റീൽ ദുർബലമാകും. കൃത്യമായി. കാർബൺ നഷ്ടപ്പെടുന്നതോടെ സ്റ്റീലിന് അതിന്റെ ബലം നഷ്ടപ്പെടും. ഇനി ഡ്രൈ കൊറോഷനിലെ മൂന്നാമത്തേത് ലിക്വിഡ് മെറ്റൽ കൊറോഷനാണ്. ഉയർന്ന താപനിലയിൽ ദ്രാവകരൂപത്തിലുള്ള ഒരു ലോഹം ഖരരൂപത്തിലുള്ള മറ്റൊരു ലോഹത്തെ അലിയിച്ചെടുക്കുന്ന പ്രക്രിയയാണിത്. ഓക്കെ, അപ്പോൾ ഡ്രൈ കൊറോഷന്റെ 3 രീതികളും നമ്മൾ ചർച്ച ചെയ്തു. ഇതെല്ലാം വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാത്ത ലോകത്തെ കഥയാണ്. പക്ഷെ നമ്മുടെ ലോകത്ത് എവിടെ നോക്കിയാലും വെള്ളവും ഈർപ്പവുമുണ്ട്. അപ്പോൾ കഥ മൊത്തത്തിൽ മാറുമല്ലോ, അല്ലേ? അതാണ് നിങ്ങളുടെ നോട്ടുകളിലെ അടുത്ത വലിയ ഭാഗം: വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. അതെ, ഇതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കൊറോഷൻ. ഇവിടെ വെള്ളം അഥവാ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിന്റെ സാന്നിധ്യം നിർബന്ധമാണ്. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ ലോഹത്തിന്റെ ഉപരിതലത്തിൽ തന്നെ ആയിരക്കണക്കിന് കുഞ്ഞൻ ബാറ്ററികൾ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽ, രൂപപ്പെടും. ഓരോ ബാറ്ററിയിലും ഒരു പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാകുമല്ലോ. അതുപോലെ ഇവിടെയും ഒരു ആനോഡും കാഥോഡും ഉണ്ടാകുന്നു. ആനോഡിലാണ് യഥാർത്ഥ നാശം സംഭവിക്കുന്നത്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ്? നോട്ടുകളിൽ 2 പ്രധാന രീതികൾ പറയുന്നുണ്ടല്ലോ. അതെ, ആദ്യത്തേത് ഹൈഡ്രജൻ എവല്യൂഷൻ ടൈപ്പ്.
ഇത് സാധാരണയായി ആസിഡുകളുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള ഇരുമ്പ്, സിങ്ക് പോലുള്ള ലോഹങ്ങൾ ആസിഡിലിട്ടാൽ ഇത് കാണാം. ലോഹം ആനോഡായി പ്രവർത്തിച്ച് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അതായത് Fe2 Fe2++2e. ആസിഡിലെ ഹൈഡ്രജൻ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഹൈഡ്രജൻ വാതകമായി പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് കുമിളകൾ വരുന്നത് കാണാൻ സാധിക്കുമോ? തീർച്ചയായും ഹൈഡ്രജൻ വാതകം കുമിളകളായി പുറത്തു വരുന്നത് വ്യക്തമായി കാണാം. രണ്ടാമത്തെ മെക്കാനിസമാണ് സാധാരണ തുരുമ്പിക്കലിന് കാരണം: ഓക്സിജന്റെ ആഗിരണം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇരുമ്പ് തുരുമ്പിക്കുന്നതിന്റെ യഥാർത്ഥ രഹസ്യം ഇതാണല്ലേ? അതെ, സാധാരണയായി ഇരുമ്പിന്റെ പുറത്ത് കണ്ണിന് കാണാൻ പറ്റാത്തൊരു ഓക്സൈഡ് പാളിയുണ്ടാകും. അതിലെവിടെയെങ്കിലും ഒരു പോരൽ വീണാൽ കഥ തുടങ്ങും. ആ വിള്ളലിനകത്ത് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതിനാൽ വിള്ളലുള്ള ഭാഗം ആനോഡായും ഓക്സിജൻ കൂടുതലുള്ള ഭാഗം കാഥോഡായും പ്രവർത്തിക്കും. ഒരു മിനിറ്റ്, അത് കേട്ടിട്ട് ഒരു ആശയക്കുഴപ്പമുണ്ട്. ഓക്സിജൻ കുറവുള്ള ഭാഗത്താണോ കൊറോഷൻ നടക്കുന്നത്? ഞാൻ വിചാരിച്ചത് ഓക്സിജനാണല്ലോ പ്രധാന വില്ലൻ. വളരെ നല്ല ചോദ്യം. ഇലക്ട്രോകെമിക്കൽ കൊറോഷനില് കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഓക്സിജന്റെ അളവിലുള്ള വ്യത്യാസമാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഓക്സിജൻ കുറഞ്ഞ ഭാഗം ആനോഡായി പ്രവർത്തിച്ച് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അതായത് അവിടെ ഇരുമ്പ് Fe2+ അയോണുകളായി വെള്ളത്തിലേക്ക് കലരുന്നു. കാഥോഡില്, അതായത് ഓക്സിജൻ കൂടുതലുള്ള ഭാഗത്ത്, വെള്ളത്തിലെ ഓക്സിജൻ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഹൈഡ്രോക്സൈഡ് അയോണുകളായി OH- ആയി മാറുന്നു. പിന്നീട് ഈ Fe2+ അയോണുകളും OH- അയോണുകളും ഒന്നിച്ചു ചേർന്ന് അവസാനം നമുക്ക് കാണാൻ കഴിയുന്ന തുരുമ്പായി മാറുന്നു. ഇപ്പോൾ വ്യക്തമായി. ഒരേ ലോഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ തന്നെ ബാറ്ററിയുടെ 2 ടെർമിനലുകളായി മാറുന്നു എന്നത് വളരെ രസകരമാണ്. നിങ്ങളുടെ നോട്ടുകളിൽ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 2 തരം കൊറോഷനുകളെക്കുറിച്ച് ആഴത്തിൽ പറയുന്നുണ്ട്: ഗാൽവാനിക് കൊറോഷനും ഡിഫറൻഷ്യൽ എയറേഷൻ കൊറോഷനും. അതെ, ഇവ രണ്ടും പ്രായോഗികമായി എപ്പോഴും കാണുന്നതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആദ്യം ഗാൽവാനിക് കൊറോഡേഷൻ നോക്കാം. വ്യത്യസ്ത പ്രവർത്തനശേഷിയുള്ള 2 ലോഹങ്ങൾ ഒരു ഇലക്ട്രോലൈറ്റിന്റെ സാന്നിധ്യത്തിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ: കൂടുതൽ പ്രവർത്തനശേഷിയുള്ള ലോഹം ആനോഡായി പ്രവർത്തിക്കും, അത് സ്വയം നശിച്ച് മറ്റേ ലോഹത്തെ സംരക്ഷിക്കും. ഇതിനൊരു ഉദാഹരണം പറയാമോ? പറയാം. സിങ്കും ഇരുമ്പും ഒരുമിച്ചു വച്ചാൽ സിങ്കിനാണ് പ്രവർത്തനശേഷി കൂടുതൽ. അപ്പോൾ സിങ്ക് ആനോഡായി പ്രവർത്തിച്ച് നശിക്കും, ഇരുമ്പ് കാഥോഡായി സംരക്ഷിക്കപ്പെടും. ഓ, ഇതാണല്ലേ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകളുടെ പിന്നിലെ തത്വം? അതെ. എന്നാൽ ഇരുമ്പും കോപ്പറുമാണ് ഒരുമിച്ചുള്ളതെങ്കിൽ ഇരുമ്പിനാണ് പ്രവർത്തനശേഷി കൂടുതൽ. അപ്പോൾ ഇരുമ്പ് ആനോഡായി പ്രവർത്തിച്ച് വളരെ വേഗത്തിൽ നശിക്കും. ആഹാ, അപ്പോൾ നിങ്ങളുടെ നോട്ടുകൾ പറഞ്ഞിരിക്കുന്ന ആ ഉദാഹരണത്തിന്റെ കാരണം ഇതാണല്ലേ? പിച്ചളയുടെ ഒരു സ്ക്രൂവിന് പകരം സ്റ്റീൽ സ്ക്രൂ ഉപയോഗിച്ചാൽ സ്റ്റീൽ വേഗം തുരുമ്പെടുക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണല്ലോ. കൃത്യമായും. സ്റ്റീൽ, അതായത് ഇരുമ്പ്, പിച്ചളയേക്കാൾ കൂടുതൽ റിയാക്റ്റീവായതുകൊണ്ട് അത് സ്വയം നശിച്ച് പിച്ചളയെ സംരക്ഷിക്കാൻ തുടങ്ങും. ഞാനൊരിക്കലൊരു സൈറ്റിൽ പോയപ്പോൾ കടലിന്റെ അടുത്തുള്ള ഒരു സ്റ്റീൽ ഘടനയുടെ ഒരു ഭാഗം മാത്രം അതിവേഗം ദ്രവിച്ചുപോയത് കണ്ടു. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ അബദ്ധത്തിൽ ഒരു കോപ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്നു. ക്ലാസ്സിൽ പഠിച്ച ഗാൽവാനിക് കൊറോഷൻ നേരിൽ കണ്ട നിമിഷമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഈ ഗാൽവനിക് കൊറോഷൻ നമുക്ക് ഗുണകരമായി ഉപയോഗിക്കാനും സാധിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും. കപ്പലുകളുടെയും കടലിനടിയിലൂടെയുള്ള പൈപ്പ് ലൈനുകളുടെയും സംരക്ഷണത്തിന് ഈ തത്വം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇതിന് ഡിഫറൻഷ്യൽ എയറേഷൻ കൊറോഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ച ഓക്സിജന്റെ അളവിലെ വ്യത്യാസം തന്നെയാണോ ഇതും? അതെ, ഇത് അതിന്റെ തന്നെ ഒരു വിശാലമായ രൂപമാണ്. ഡിഫറൻഷ്യൽ എയറേഷൻ കൊറോഷൻ സംഭവിക്കുന്നത് ഒരു ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഓക്സിജന്റെ ലഭ്യതയിൽ വ്യത്യാസം വരുമ്പോഴാണ്. ഇവിടുത്തെ പ്രധാന നിയമം ഓർക്കുക: ഓക്സിജൻ കുറവുള്ള ഭാഗം ആനോഡാകും, അവിടെ കൊറോഷൻ നടക്കും. ഓക്സിജൻ കൂടുതലുള്ള ഭാഗം കാഥോഡാകും. ഇതിന് നല്ല ഉദാഹരണങ്ങൾ നോട്ടുകളിൽ കാണുന്നുണ്ട്, വാട്ടർ ലൈൻ കൊറോഷൻ പോലെ. അതെ, ഏറ്റവും നല്ല ഉദാഹരണമാണത്. ഒരു സ്റ്റീൽ ടാങ്കിൽ വെള്ളം നിറച്ചുവെച്ചാൽ ജലനിരപ്പിന് തൊട്ട് താഴെയായിരിക്കും ഏറ്റവും കൂടുതൽ തുരുമ്പെടുക്കുന്നത്. കാരണം ജലനിരപ്പിന് താഴെയുള്ള ഭാഗത്ത് ഓക്സിജൻ കുറവാണ്, അത് ആനോഡാകുന്നു. ജലനിരപ്പിലുള്ള ഭാഗത്ത്
അന്തരീക്ഷത്തിലെ ഓക്സിജൻ ധാരാളമായി ലഭിക്കുന്നതുകൊണ്ട് അത് കാഥോഡാകുന്നു. പിറ്റിംഗ് കൊറോഷനും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. പേരുപോലെ തന്നെ കുഴികളുണ്ടാക്കുന്ന ഒന്നാണോ ഇത്? അതെ, പിറ്റിംഗ് കൊറോഷൻ വളരെ അപകടകരമായ ഒന്നാണ്. ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഒരു മണൽത്തരിയോ കുറച്ച് അഴുക്കോ പറ്റിയിരിക്കുന്നുവെന്ന് കരുതുക. അതിനടിയിലുള്ള ഭാഗത്ത് ഓക്സിജൻ എത്തുന്നത് കുറയും. അതോടെ ആ ചെറിയ ഭാഗം ഒരു ആനോഡായി പ്രവർത്തിച്ച് അവിടെ കൊറോഷൻ ആരംഭിക്കുന്നു. ചുറ്റുമുള്ള ഭാഗം കാഥോഡായിരിക്കും. ഇതിന്റെ ഫലമായി പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ കുഴിയായിരിക്കും, പക്ഷേ അതൊരു സൂചികുത്തുപോലെ ലോഹത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ടാകാം. ഓ, അത് പെട്ടെന്നുള്ള പരാജയങ്ങൾക്ക് കാരണമാകാമല്ലേ? അതെ, സഡൻ ഫെയിലിയറിന് കാരണമാകും. ഒരു ചെറിയ തുരുമ്പാണെന്ന് കരുതി നമ്മൾ നിസാരമായി കാണും, പക്ഷെ ഉള്ളിൽ അത് വലിയ നാശം വരുത്തിയിട്ടുണ്ടാകും. നമ്മളിന്ന് കൊറോഷന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഡ്രൈ കൊറോഷൻ, വെറ്റ് കൊറോഷൻ, ഗാൽവാനിക്, ഡിഫറൻഷ്യൽ എറേഷൻ. പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ സഹായകമാകുമെന്ന് ഉറപ്പാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യം തരാം. കൊറോഷൻ തടയാൻ പെയിന്റ് അടിക്കുന്നതും ഗാൽവനൈസ് ചെയ്യുന്നതുമൊക്കെ നിലവിലുള്ള മാർഗങ്ങളാണ്. എന്നാൽ ഒരു വലിയ കെട്ടിടമോ കടൽനടിയിലൂടെ പോകുന്ന ഒരു പൈപ്പ് ലൈനോ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊറോഷനെ എങ്ങനെ അടിസ്ഥാനപരമായി പ്രതിരോധിക്കാം? ഇതിനെ തടയാൻ കഴിവുള്ള പുതിയ തരം മെറ്റീരിയലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ലോഹത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന സെൽഫ് ഹീലിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാമോ? നിങ്ങളുടെ പഠനം ആ ദിശയിലേക്ക് കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.